ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു വെണ്ണകൃഷ്ണന്റെ അമ്പലമുണ്ട്. അപ്പൊ അവിടെ ഇവര് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പുറമേ ഒന്ന് കളിച്ചുകൂടെയെന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഇതുവരെ ഞങ്ങള് പുറമേ കളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, എന്റെ നാടുണ്ടല്ലോ, ഗുരുവായൂർ ഉത്സവം വരില്ല, നമുക്കൊന്ന് കൊടുത്തു നോക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ഒരു ധൈര്യത്തില് ഞങ്ങളത് കൊടുത്തു. ഓൺലൈനിലാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനുവരിയിൽ തന്നെ ജനുവരി 10-ാം തീയതി അത് കൊടുത്തു. ജനുവരി 10-ാം തീയതി ഒരു ഫെബ്രുവരി 10-ാം തീയതി വരെ ഇതിനൊരു സമയം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സമയം തന്നിട്ടും ഏകദേശം 20-ന് ശേഷം ഞങ്ങൾ അറിയിക്കാന്നാ പറഞ്ഞത്. 20-ന് ശേഷം നമ്മൾ അറിയിക്കാത്തപ്പോ ഞാനാണ് അതിന് ആദ്യം പുറപ്പെട്ടത്. എനിക്ക് ഭയങ്കര ഒരു വിഷമം, കിട്ടണല്ലോ എന്ന്. അങ്ങനെ എന്നും വിചാരിക്കും നാളെ വരും മറ്റന്നാൾ വരും. അവസാനം ഇങ്ങനെ ദേവസ്ഥയിലേക്കൊക്കെ ഫോൺ വിളിച്ചിട്ടും അവിടുന്ന് ഒരു എടുക്കണില്ല. ഞങ്ങൾ ഒരു ഇതുമില്ല. അപ്പൊ പിന്നെ ഒരു ദിവസം എന്തുണ്ടായിട്ട് ഇവര് വിളിച്ച നേരത്ത് ഞങ്ങള് മൊബൈൽ ഫോൺ ഇതാക്കി സൈലന്റ് ആക്കി വെച്ചിരുന്നു. അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്നു നോക്കുമ്പോ അത് കണ്ടപ്പോ പിന്നെ തിരിച്ചു വിളിച്ചപ്പോ ഒരു റെസ്പോണ്ടും ഇല്ല അവരുടെ അടുത്ത്. അപ്പൊ ഞങ്ങൾക്ക് ആകെ വിഷമം. അപ്പം എൻ്റെ ഫോൺ ഓഫാക്കി വെച്ച കാരണമാണല്ലോ കിട്ടാത്തതെന്ന് ഓഫാക്കി വെച്ച ആൾക്കും ഒരു വിഷമം വന്നു. അങ്ങനെ ഇപ്പം എന്നാൽ നാളെ കൂടി നോക്കാടോ, സമയമുണ്ടല്ലോ, 1-ാം തീയതി അല്ലേ, 28-ാം തീയതി കൂടി വരെ. പിന്നത്തെ ദിവസം വന്നില്ല. കണ്ടപ്പോൾ എന്താ ഇപ്പോൾ പറയുക, ഒരു വിഷമിച്ചു വെച്ചാൽ 12 ആളല്ല, ആ നാട്ടിലുള്ളവരൊക്കെ വിഷമിച്ചു എന്ന് പറയാം, കുടുംബക്കാരൊക്കെ. എന്താ വെച്ചാൽ എല്ലാം റെഡിയായി, ഡ്രസ്സും ഇതെല്ലാം റെഡിയായി കഴിഞ്ഞതാ. എന്തോ ഒരു ആ ഗുരുവായൂരപ്പന്. അപ്പൊ ഞങ്ങൾ അവിടെ നേർന്നു, ഭഗവാനെ ഒരു വെണ്ണ നേരം. ഞങ്ങളുടെ അമ്പലത്തിൽ വെണ്ണയാണ് പ്രധാനം. അത് നേർന്ന് ഇപ്പൊ എന്താ പറയാ, ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ഗുരുവായൂരപ്പന്റെ പ്രസാദമാണോ എന്താ അറിയില്ല, ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് തന്നെ മൊബൈലിൽ വന്നു. വിളിയല്ല വന്നത്, ഭഗവാന്റെ മെസ്സേജ് തന്നെ ഞങ്ങൾക്ക് വന്നു. ഭഗവാൻ തന്നെയാണ് വിളിച്ചത്. ആ മെസ്സേജ് ഭഗവാന്റെ മെസ്സേജ് തന്നെ, അത് എല്ലാവരുടെ ഫോണിലും ഉണ്ട്. ആ സമയം ആ സ്റ്റേജ് എല്ലാം സമർപ്പിച്ചു. ഇന്ന് ഞങ്ങള് വന്നു, ഭഗവാന്റെ പ്രസാദം കഴിച്ചു. അതിനും കൂടി ഞങ്ങൾ ക്യൂ നിന്നില്ല, 5 മിനിറ്റ് കൂടി നിന്നില്ല ഞങ്ങള്. എല്ലാം സാധിച്ചു തന്നു. അതുപോലെ തിരുവാതിര ഞങ്ങൾക്ക് 3:15 സമയമാണ്. 2 മണിക്ക് തന്നെ ഞങ്ങൾക്ക് വിളി വന്നു കഴിഞ്ഞു, വരൂ കളിക്കൂ പോകുന്നത്. അപ്പൊ കഴിഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷമായി പോകുമ്പോഴാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഞങ്ങള് അതപ്പോ നിങ്ങളും ഒരു ഭഗവാന്റെ ആൾക്കാരായിട്ട് തന്നെ ഞങ്ങള് കാണുന്നത്. ഈ ഒരു അവസരം ഇപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യവും ഭഗവാൻ നിങ്ങൾ വിളിക്കട്ടെ. അനുഭവം പറഞ്ഞു ഒരുപാട് നന്ദി. ഹരേ കൃഷ്ണ.